ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ പീഡകൾക്ക് ശേഷം അവിടുന്ന് മഹത്വപൂർണമായ ഉത്ഥാനത്തിലൂടെ നമ്മോട് പറഞ്ഞു തരുന്ന ഏറ്റവും മഹത്തരമായ കാര്യം ഇതാണ്: നമ്മുടെ എല്ലാ വേദനകൾക്കും സഹനങ്ങൾക്കും അപ്പുറം ദൈവത്തിൻ്റെ കാരുണ്യമുണ്ട്. അവിടുത്തെ ജീവനിലേക്ക് നമ്മൾ എടുക്കപ്പെടുന്നു. പീഡനങ്ങളുടെ അതിർത്തി മരണമാണ്. എന്നാൽ മരണം സ്വയം ഒരു അവസാനമാകണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ മരണം ഒരു പുതിയ ജനനമായിട്ട് മാറുന്നു. ചെക്കുവേര വെടിയേറ്റ് മരിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ മരിച്ചാലും മഴയായി പെയ്തിറങ്ങുമെന്ന്. ഇപ്രകാരമുള്ള ഒരു പുതിയ ജീവനിലേക്കാണ് കർത്താവിൻ്റെ ഉയർപ്പ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ പത്രോസ് ലീഹായുടെ പ്രസംഗത്തിൽ ഇപ്രകാരമുള്ളൊരു പുതിയ ജനനത്തെക്കുറിച്ചാണ് പത്രോസ് ലീഹ നമ്മോട് പറഞ്ഞു വയ്ക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റുന്ന ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചിരിക്കുന്നുവെന്ന്. ഒരു പുതിയ ജനനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടേതായ സഹനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതല്ല, മറിച്ച് ഒരു പുതിയ ജീവനിലേക്ക്, നവജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു രംഗമാണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുക. പേടിച്ച് വിറച്ചിരുന്ന പത്രോസ് ധൈര്യശാലിയായിട്ട് മാറുന്നു. കർത്താവിനെ പ്രഘോഷിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ സഹനങ്ങളിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു അടയാളപ്പെടുത്തലാണ്. ഈ സഹനങ്ങൾക്കും അപ്പുറം ജീവനുണ്ട്, ജീവിതമുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾക്ക് വളരാൻ സാധിക്കണം. കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഈ ഒരു പ്രത്യാശയിൽ വളരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കല്ലറയിങ്കിലേക്ക് അതിരാവിലെ പുറപ്പെടുന്ന മറിയത്തെയാണ് നമ്മൾ കാണുക. മറ്റ് സുവിശേഷങ്ങളിൽ മറിയം തനിച്ചല്ല കല്ലറയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. അവിടെ നമ്മൾ കാണുന്നത് അവരുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്: ആര് കല്ലറയുടെ വാതിൽക്കിൽ നിന്നും കല്ലെടുത്ത് മാറ്റും എന്ന്. എന്നാൽ അവരവിടെ ചെല്ലുമ്പോൾ ആ കല്ലെടുത്ത് മാറ്റിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഭാരങ്ങൾ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. ആര് നമ്മുടെ ഹൃദയ വ്യത എടുത്തു മാറ്റും? ആര് നമ്മുടെ അസുഖം എടുത്തു മാറ്റും? നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ആര് നമുക്ക് തുണയേകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഭാരപ്പെട്ട് നടക്കുമ്പോൾ കർത്താവ് നൽകുന്ന വലിയ പ്രത്യാശ ഇതാണ്: നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന കല്ലെടുത്ത് മാറ്റുവാനായിട്ട് കർത്താവിൻ്റെ ശക്തിയുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ, ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് വളരെ തിടുക്കത്തിൽ കല്ലറയിലേക്ക് പോകുന്ന മറിയത്തിനെയാണ്. അവിടെ ചെല്ലുമ്പോൾ ശൂന്യമായ കല്ലറയാണ് കാണുക. കല്ലറയുടെ വാതിൽക്കിൽ നിന്നും ആരോ കല്ലെടുത്ത് മാറ്റിയിരിക്കുന്നു. അവൾ വേഗം ഓടി ശിമയോൻ പത്രോസിനെയും യോഹന്നാനെയും വിവരമറിയിക്കുന്നു. അവരും കല്ലറയിലേക്ക് ഓടുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വളരെ സജീവമായ ഒരു ക്രിസ്തീയ സമൂഹത്തെയാണ്. കർത്താവിൻ്റെ ഉയർപ്പിൽ ആനന്ദിക്കുന്ന, തിടുക്കത്തിൽ എല്ലാം ചെയ്യുന്ന, എപ്പോഴും ഊർജ്ജസ്വലമായിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. എല്ലാവരും പ്രവർത്തന നിരതമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ഉയർപ്പ് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രവർത്തന രീതി ഇപ്രകാരമാണ്: നമ്മൾ എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കുക, കർത്താവിന് വേണ്ടി ഓടുക, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, ഇപ്പോഴും സന്തോഷമുള്ള വ്യക്തികളായിട്ടിരിക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് കർത്താവിൻ്റെ ഉയർപ്പ് നമ്മളെ നയിക്കട്ടെ. യോഹന്നാൻ സുവിശേഷകൻ നമ്മോട് പറഞ്ഞു വയ്ക്കുക പുതിയ രീതിയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. പുതിയ രീതിയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ കുറിക്കുവാനായിട്ട് യോഹന്നാൻ ഉപയോഗിക്കുന്ന 3 ഗ്രീക്ക് പദങ്ങളുണ്ട്. മറിയവും യോഹന്നാനും പത്രോസ് ലീഹായും കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു എന്ന പദമാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ 3 പേരും കാണുന്ന കാഴ്ച വ്യത്യസ്തങ്ങളാണ്. മറിയം കണ്ടു എന്ന് പറയുമ്പോൾ
ബ്ലേപ്പോ എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റീരിയൽ തിങ്സ് കാണുന്നു, വസ്തുക്കൾ കാണുന്നു. എന്നാൽ യോഹന്നാൻ കണ്ടു എന്ന് പറയുമ്പോൾ സുവിശേഷകൻ ഉപയോഗിക്കുന്ന പദം തെയോറെവോ എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റീരിയൽ തിങ്സിനേക്കാളും ഉപരിയായി കുറച്ചും കൂടിയും ആത്മീയ തലത്തിലേക്ക് ഉയർന്നുള്ള ഒരു കാഴ്ചയാണത്. പിന്നീട് വരുന്ന പത്രോസ് ലീഹ കണ്ടു എന്ന് പറയുമ്പോൾ സുവിശേഷകൻ ഉപയോഗിക്കുന്ന പദം ഒറാവോ എന്നാണ്. ഒറാവോ എന്ന് പറഞ്ഞാൽ മറ്റീരിയൽ തിങ്സിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ദൈവികമായ രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ്. ഇപ്രകാരം കർത്താവിൻ്റെ പുതിയ സാന്നിധ്യത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നത്, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുന്നത് യഥാർത്ഥമായ ധ്യാനത്തിലൂടെയാണ്. നമ്മൾ കാണുന്ന വസ്തുക്കൾക്ക് അപ്പുറമായിട്ടുള്ള വലിയ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കുക എന്ന് തന്നെയാണ് യോഹന്നാൻ സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരിക. ഫ്രാൻസിസ് പാപ്പ ദെസിദേരിയോ ദെസിദ്രാവി എന്ന ചാക്രിയ ലേഖനത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു കാഴ്ചപ്പാട് ഇപ്രകാരമാണ്: കർത്താവിൻ്റെ കുരിശുമരണത്തിന് ശേഷം ആരെങ്കിലും ജെറുസലേമിലേക്ക് യേശുവിനെ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ യേശുവിനെ കണ്ടെത്താൻ സാധിക്കുക അത് ദിവ്യകാരുണ്യത്തിലാണ്. ദിവ്യകാരുണ്യം ആഘോഷിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തിലാണ് യേശുവിൻ്റെ പ്രസൻസ് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെയും ബീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് വിവേചിച്ചറിയാൻ സാധിക്കണം എന്ന് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്രകാരം യേശുവിൻ്റെ സാന്നിധ്യം ഒരു കൗദാശിക സാന്നിധ്യമായിട്ട് മാറുന്ന ഒരവസ്ഥയിൽ യഥാർത്ഥമായ വിശ്വാസത്തിലൂടെയും യഥാർത്ഥമായ ധ്യാനത്തിലൂടെയും മാത്രമേ യേശുവിനെ നമ്മൾക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസതലത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നു. കർത്താവിൻ്റെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിന് ശക്തി പകരട്ടെ. കർത്താവിൻ്റെ ഉയർപ്പിലൂടെ നമ്മുടെ ജീവിതത്തിന് ദൈവം കൂടുതൽ ഊർജ്ജം നൽകട്ടെ. എപ്പോഴും പ്രവർത്തനനിരതരായിരിക്കുവാനും കൗദാശിക സാന്നിധ്യമാകുന്ന യേശുവിനെ തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതത്തിൽ ശക്തി ആർജിക്കുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹനങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കരുത്, മറിച്ച് അതിനുമപ്പുറം കർത്താവിൻ്റെ ഉയർപ്പിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒന്നായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് പാപ്പ നമ്മോട് പറയുന്നത് പോലെ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ ഖബറിടത്തിൽ അവസാനിക്കേണ്ട ഒന്നല്ല, മറിച്ച് അവിടുത്തെ ഉയർപ്പിലേക്ക് നമ്മൾ പങ്കുകാരാകേണ്ട വ്യക്തികളാണ്. ഇപ്രകാരം ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ, ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുന്ന വ്യക്തികളായി തീരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.